കണ്ണീരിന് ഉപ്പും കയ്പും മാത്രമല്ല, ചിലപ്പോൾ സ്നേഹത്തിന്റെ മധുരവും ഉണ്ടാകുമെന്ന് സൈനബ ഉമ്മ പഠിച്ചത് ആ കറുത്ത രാത്രിയിലായിരുന്നു. മരിക്കുവോളം ആരും കൂട്ടിനില്ലാത്ത ഒരു ഏകാന്ത യാത്രയായിരിക്കും തന്റെ ജീവിതമെന്ന് ആ ഉമ്മ കരുതിയിരുന്നു. എന്നാൽ അള്ളാഹുവിന്റെ നിശ്ചയം മറ്റൊന്നായിരുന്നു. കേരളത്തിലെ ഒരു ഉൾനാടൻ ഗ്രാമം. അവിടെ ചെറിയൊരു ഓലപ്പുരയിൽ സൈനബ ഉമ്മ കഴിഞ്ഞുകൂടി. വാർദ്ധക്യത്തിന്റെ അവശതകൾ ആ ശരീരത്തെ തളർത്തിയിരുന്നെങ്കിലും വിശപ്പിന്റെ വിളി അവരെ പുറത്തിറക്കി. അയൽഗ്രാമങ്ങളിൽ പോയി ആരെങ്കിലും നൽകുന്ന ഭക്ഷണവും ചില്ലറ തുട്ടുകളും കൊണ്ട് അവർ തന്റെ ഓരോ ദിവസവും തള്ളി നീക്കി. റബ്ബേ, ഈ ദുനിയാവിൽ എനിക്ക് ആരുമില്ലല്ലോ എന്ന സങ്കടം ഉള്ളിലൊതുക്കി അവർ പള്ളികളിലും വീടുകളിലും സഹായത്തിനായി അലഞ്ഞു. അന്ന് വലിയ പെരുന്നാളിന് തൊട്ടടുത്ത ദിവസമായിരുന്നു. സൈനബ ഉമ്മ ദൂരെയുള്ള ഒരു ഗ്രാമത്തിൽ പോയി തിരികെ വരികയായിരുന്നു. പെട്ടെന്നാണ് ആകാശം കറുത്തിരുണ്ടത്. പേമാരിയും ഇടിമിന്നലും ഗ്രാമത്തെ വിറപ്പിച്ചു. വയസ്സായ ആ ഉമ്മയ്ക്ക് ഓടാനോ ഒളിക്കാനോ കഴിഞ്ഞില്ല. ഒരു വലിയ മരത്തിന് താഴെ നിന്നുവെങ്കിലും കാറ്റിൽ മഴ ആഞ്ഞടിച്ചപ്പോൾ അവർ പാടെ നനഞ്ഞു. തണുപ്പുകൊണ്ട് പല്ലുകൾ കൂട്ടിയിടിക്കുകയും ബോധം മറിയുന്നത് പോലെ തോന്നുകയും ചെയ്തപ്പോൾ അവർ മുന്നിൽ കണ്ട ഒരു ചെറിയ മൺവീടിന്റെ ഉമ്മറത്തേക്ക് വീണു. ആ വീടിന്റെ വാതിൽ പകുതി തുറന്ന നിലയിലായിരുന്നു. അകത്ത് അടുപ്പിന്റെ വെളിച്ചത്തിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നത് അവർ കണ്ടു. 10-15 വയസ്സ് മാത്രം പ്രായമുള്ള ആമിന എന്ന ആ പെൺകുട്ടി അപരിചിതയായ ആ വൃദ്ധയെ കണ്ടപ്പോൾ പേടിച്ചില്ല. പകരം അവൾ ഓടിവന്ന് ആ ഉമ്മയെ താങ്ങിപ്പിടിച്ചു. "പടച്ചോനെ, ഉമ്മ, നിങ്ങൾ ഈ മഴയത്ത് എവിടെ പോയതാണ്?" അവൾ ആകുലതയോടെ അവരെ അകത്തേക്ക് കൂട്ടി. അതൊരു ദരിദ്രമായ വീടായിരുന്നുവെങ്കിലും അവിടെ നിറയെ കാരുണ്യമുണ്ടായിരുന്നു. അവൾ വേഗം ഒരു ഉണങ്ങിയ വസ്ത്രം നൽകി ആ ഉമ്മയെ പുതപ്പിച്ചു. അടുപ്പിന്റെ അടുത്ത് പോയി തീ കായാൻ അവരെ പ്രേരിപ്പിച്ചു. ഉടനെ തന്നെ കട്ടൻ ചായ ഉണ്ടാക്കി അവൾ നൽകി. ആ ചായയുടെ ചൂട് സൈനബ ഉമ്മയുടെ ഉള്ളിലേക്ക് ചെന്നപ്പോൾ അവർക്ക് ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ തോന്നി. "നീ ആരാണ് മോളെ? ഈ വീട്ടിൽ വേറെ ആരുമില്ലേ?" ഉമ്മയുടെ ചോദ്യത്തിന് മുന്നിൽ ആമിന തല താഴ്ത്തി. "എനിക്ക് ആരുമില്ല ഉമ്മ. ഉമ്മയും ഉപ്പയും മരിച്ചുപോയി. ഞാൻ ഇവിടെ തനിച്ചാണ് താമസിക്കുന്നത്." ആ വാക്കുകൾ സൈനബ ഉമ്മയുടെ ഉള്ളുലച്ചു. താൻ അനുഭവിക്കുന്ന അതേ ഏകാന്തത ഈ ചെറിയ പെൺകുട്ടിയും അനുഭവിക്കുന്നു. പുറത്ത് മഴ തോരാതെ പെയ്യുകയായിരുന്നു. അന്ന് രാത്രി ആമിന അവർക്ക് വേണ്ടി അല്പം പത്തിരിയും ഉള്ളിക്കറിയും ഉണ്ടാക്കി. ഒരു മകൾ തന്റെ ഉമ്മയ്ക്ക് നൽകുന്നത് പോലെ അവൾ ആ വൃദ്ധയ്ക്ക് ഭക്ഷണം വിളമ്പി. സൈനബ ഉമ്മയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ തുള്ളികൾ ആ പത്തിരിയിലേക്ക് ഇറ്റുവീണു. അത് വിശപ്പിന്റെ കണ്ണീരായിരുന്നില്ല, തന്നെ സ്നേഹിക്കാൻ ഒരാളുണ്ടല്ലോ എന്ന തിരിച്ചറിവിന്റെ കണ്ണീരായിരുന്നു. ആ രാത്രി അവർ ഒരു പായയിൽ കെട്ടിപ്പിടിച്ച് കിടന്നു. പുറത്തെ തണുപ്പിനേക്കാൾ വലിയൊരു ചൂട് അവരുടെ മനസ്സുകൾക്ക് ലഭിച്ചു. "നീ എന്റെ കൂടെ വരുന്ന മോളെ? എന്റെ വീട്ടിൽ നമുക്ക് ഉമ്മയും മകളുമായി കഴിയാം" എന്ന് സൈനബ ഉമ്മ ചോദിച്ചപ്പോൾ ആമിന പൊട്ടിക്കരഞ്ഞുപോയി. പിറ്റേന്ന് പ്രഭാതം ഉദിച്ചത് അവർക്ക് വേണ്ടിയായിരുന്നു. ആമിന തന്റെ ചെറിയ തുണിസഞ്ചിയും കെട്ടി ആ ഉമ്മയുടെ കൈ പിടിച്ച് ആ വീടിന്റെ പടിയിറങ്ങി. സൈനബ ഉമ്മയുടെ കൊച്ചു വീട്ടിൽ അവർ പുതിയൊരു ലോകം പടുത്തുയർത്തി. ഉമ്മ പുറത്തുപോയി ഭക്ഷണത്തിനുള്ള വഴി കണ്ടെത്തുമ്പോൾ ആമിന വീട് അടിച്ചുവാരിയും ഭക്ഷണം ഒരുക്കിയും ഉമ്മയെ കാത്തിരുന്നു. "ഉമ്മ, നിങ്ങൾ ഇനി അധികം കഷ്ടപ്പെടണ്ട, ഞാൻ എവിടെയെങ്കിലും ജോലിക്ക് പോകാം" എന്നവൾ എപ്പോഴും പറയുമായിരുന്നു. പക്ഷെ സൈനബ ഉമ്മയ്ക്ക് അത് സമ്മതമായിരുന്നില്ല. "മോളെ, ഈ കാലം അത്ര ശരിയല്ല. നീ ഒരു പെൺകുട്ടിയാണ്. നിനക്ക് സുരക്ഷിതമായ ഒരിടം വേണം. അതുവരെ ഉമ്മ കഷ്ടപ്പെട്ടോളാം." അങ്ങനെ ആ സ്നേഹം ആ ഗ്രാമമാകെ അറിഞ്ഞു. രക്തബന്ധമില്ലാത്ത ആ ഉമ്മയും മകളും മറ്റുള്ളവർക്ക് ഒരു അത്ഭുതമായി മാറി. പക്ഷെ വിധി അവർക്കായി വലിയൊരു പരീക്ഷണം കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആമിന വളർന്ന് വലിയൊരു സുന്ദരിയായ പെൺകുട്ടിയായി മാറിയപ്പോൾ സൈനബ ഉമ്മയുടെ മനസ്സിൽ ഒരു ആധി കൂടി. എന്റെ കാലശേഷം ഇവൾ ആരുമില്ലാത്തവളാകുമോ? ആ ചിന്ത അവരെ ഉറക്കമില്ലാത്ത രാത്രികളിലേക്ക് തള്ളിവിട്ടു. ദിവസങ്ങൾ ആഴ്ചകൾക്കും മാസങ്ങൾക്കും വഴിമാറി. സൈനബ ഉമ്മയുടെ ആ ചെറിയ കൂരയിൽ ഇപ്പോൾ ചിരിയും വർത്തമാനങ്ങളും നിറഞ്ഞു. അയൽപ്പക്കത്തെ വീടുകളിൽ നിന്ന് കിട്ടുന്ന അരിയും സാധനങ്ങളും കൊണ്ട് ആമിന രുചിയുള്ള ഭക്ഷണമുണ്ടാക്കി. ഓരോ വൈകുന്നേരവും ഉമ്മ തിരികെ വരുമ്പോൾ വഴിയിലേക്ക് നോക്കി നിൽക്കുന്ന ആമിന സൈനബ ഉമ്മയ്ക്ക് ഈ ലോകത്തെ ഏറ്റവും വലിയ നിധിയായിരുന്നു. എന്നാൽ ആ സന്തോഷത്തിനിടയിലും സൈനബ ഉമ്മയുടെ ഉള്ളിൽ ഒരു കനൽ എരിയുന്നുണ്ടായിരുന്നു. അത് ആമിനയുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയായിരുന്നു. "എന്റെ കണ്ണിന്റെ കാഴ്ച മങ്ങുന്നു മോളെ. കൈകാലുകൾക്ക് പഴയ ഉറപ്പില്ല. പടച്ചവൻ എന്നെ വിളിച്ചാൽ നീ വീണ്ടും ഈ ദുനിയാവിൽ തനിച്ചാവില്ലേ?" ഒരു രാത്രി ഭക്ഷണത്തിനിടയിൽ ഉമ്മ ചോദിച്ചു. ആമിനയുടെ തൊണ്ടയിൽ ചോറുണ്ട കുടുങ്ങി. അവൾ ഉമ്മയുടെ കൈകൾ ചേർത്ത് പിടിച്ചു. "അങ്ങനെയൊന്നും പറയല്ലേ ഉമ്മ. നമ്മൾ ഒരുമിച്ച് ജീവിക്കും. എനിക്ക് നിങ്ങളല്ലാതെ പിന്നെ ആരാ ഉള്ളത്?" പക്ഷേ ആ പെൺകുട്ടിക്ക് ഈ ലോകത്ത് ജീവിക്കാൻ ഒരു തുണ വേണമെന്ന് ആ ഉമ്മയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെയാണ് ആ ഗ്രാമത്തിലെ ഖത്തീബ് വഴി ഒരു ആലോചന വരുന്നത്. അടുത്ത ഗ്രാമത്തിലെ ഹംസ എന്ന യുവാവ്. അവൻ മാന്യനാണ്, അധ്വാനശീലനാണ്, സ്വന്തമായി ചെറിയൊരു കച്ചവടവുമുണ്ട്. ആമിനയെ കാണാൻ അവൻ വന്നപ്പോൾ സൈനബ ഉമ്മയുടെ മനസ്സ് നിറഞ്ഞു. തന്റെ മകൾക്ക് പറ്റിയ തുണ ഇതാണെന്ന് അവർ ഉറപ്പിച്ചു. പക്ഷെ ആമിനയ്ക്ക് സങ്കടമായിരുന്നു. "ഉമ്മയെ തനിച്ചാക്കി ഞാൻ എങ്ങനെ പോകും?" അവൾ കരഞ്ഞു.
ഒടുവിൽ സൈനബ ഉമ്മ അവളെ ചേർത്ത് നിർത്തി പറഞ്ഞു, മോളെ, നീ നല്ലൊരു വീട്ടിൽ സമാധാനമായി ജീവിക്കുന്നത് കാണുന്നതാണ് എൻ്റെ അവസാനത്തെ ആഗ്രഹം. നീ പോയാലും ഞാൻ ഇവിടെ ഉണ്ടാകുമല്ലോ. നിനക്ക് എപ്പോൾ വേണമെങ്കിലും നിന്റെ ഉമ്മയെ കാണാൻ വരാം. ഹംസ നല്ലൊരു മനുഷ്യനാണ്. അവൻ നിന്നെ പൊന്നുപോലെ നോക്കും. ഉമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ആമിന ആ വിവാഹത്തിന് സമ്മതിച്ചു. അയൽവാസികളുടെയും നാട്ടുകാരുടെയും സഹായത്തോടെ വളരെ ലളിതമായ ഒരു നിക്കാഹ് നടന്നു. പുതിയ വസ്ത്രം ധരിച്ച് മൈലാഞ്ചിയിട്ട കൈകളുമായി ആമിന മണവാട്ടിയായി ഇരുന്നപ്പോൾ സൈനബ ഉമ്മയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. വിടവാങ്ങുന്ന നേരം ആമിന ഉമ്മയെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കരഞ്ഞു. ഉമ്മ, ഞാൻ ഉടനെ വരും. നിങ്ങൾ ഒറ്റയ്ക്കല്ലെന്ന് ഓർക്കണം. ഹംസയുടെ കൂടെ ആമിന ആ പടിയിറങ്ങുമ്പോൾ സൈനബ ഉമ്മയുടെ വീട് വീണ്ടും നിശബ്ദമായി. എങ്കിലും തന്റെ കടമ പൂർത്തിയാക്കിയ ആശ്വാസത്തിലായിരുന്നു അവർ. വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ കുറച്ച് മാസങ്ങളിൽ ആമിന വരാറുണ്ടായിരുന്നു. ഹംസയുടെ തറവാട് വീട് കുറച്ച് വലുതായിരുന്നു. അവൻ അവളെ സ്നേഹത്തോടെയാണ് നോക്കിയിരുന്നത്. പക്ഷേ പതുക്കെ പതുക്കെ ആമിനയുടെ വരവ് കുറഞ്ഞു. മാസം 1 കഴിഞ്ഞ് 2 കഴിഞ്ഞു. സൈനബ ഉമ്മ ഓരോ വെള്ളിയാഴ്ചയും പള്ളിക്കൽ പോയി കാത്തു നിൽക്കും, തന്റെ മോൾ വരുമെന്ന പ്രതീക്ഷയിൽ. പക്ഷെ ആമിന വന്നില്ല. ഹംസയുടെ കച്ചവടം പച്ച പിടിച്ചതോടെ അവർക്ക് സമ്പത്തും പ്രതാപവും വർദ്ധിച്ചു. വലിയൊരു പുതിയ വീട് അവർ പണിതു. വണ്ടിയും വലിയ സൗകര്യങ്ങളുമായി ആമിനയുടെ ജീവിതം മാറിമറിഞ്ഞു. സമ്പത്ത് കൂടുമ്പോൾ ചില മനുഷ്യരുടെ ഉള്ളിലെ സ്നേഹം ചോർന്നു പോകുമെന്ന് പറയാറുണ്ട്. ആമിനയുടെ കാര്യത്തിലും സംഭവിച്ചത് അതായിരുന്നു. പുതിയ കൂട്ടുകാരും വലിയ തറവാട്ടിലെ മരുമകൾ എന്ന പദവിയും കിട്ടിയപ്പോൾ പണ്ട് തന്നെ പട്ടിണിയിൽ നിന്ന് രക്ഷിച്ച, മഴയത്ത് പുതപ്പ് നൽകിയ ആ പാവം ഭിക്ഷക്കാരി ഉമ്മയെ അവൾ ഒരു ഭാരമായി കണ്ടു തുടങ്ങി. നാട്ടുകാർ ആമിനയെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ സൈനബ ഉമ്മ വിശ്വസിച്ചില്ല. എന്റെ മോൾ എന്നെ മറക്കില്ല, അവൾക്ക് തിരക്കായിരിക്കും എന്നവർ സ്വയം സമാധാനിച്ചു. 5 വർഷങ്ങൾ കടന്നുപോയി. സൈനബ ഉമ്മയുടെ ആരോഗ്യം വല്ലാതെ ക്ഷയിച്ചു. ഇപ്പോൾ അവർക്ക് നടക്കാൻ പോലും വയ്യ. മരിക്കുമ്പോഴെങ്കിലും ആ മുഖം ഒന്നുകൂടി കാണണമെന്ന അതിയായ ആഗ്രഹം അവരെ ഭ്രാന്ത് പിടിപ്പിച്ചു. ആരോടും ഒന്നും ചോദിക്കാതെ തന്റെ കയ്യിലുണ്ടായിരുന്ന തുച്ഛമായ സമ്പാദ്യവുമായി അവർ മകളെ തേടി ഇറങ്ങാൻ തീരുമാനിച്ചു. എന്റെ കൺമുന്നിൽ വളർന്നവളല്ലേ, എന്നെ കണ്ടാൽ അവൾക്ക് എങ്ങനെ മാറി നിൽക്കാൻ കഴിയും? ആ വിശ്വാസമായിരുന്നു അവരുടെ ഏകബലം. കയ്യിൽ ഒരു പഴയ വടിയും പണ്ട് ആമിനയ്ക്ക് കൊടുക്കാൻ മാറ്റിവെച്ച ഒരു പുതിയ തട്ടവുമായി അവർ ആ ദൂരയാത്ര തുടങ്ങി. വെയിലും മഴയും വകവെക്കാതെ വിശപ്പടക്കാൻ കയ്യിൽ കരുതിയ ഉണക്കപ്പത്തിരി കടിച്ചുകൊണ്ട് അവർ നടന്നു. ഓരോരുത്തരോടായി വഴി ചോദിച്ചു. ഒടുവിൽ ആമിന താമസിക്കുന്ന വലിയ ബംഗ്ലാവിന് മുന്നിൽ അവർ എത്തിച്ചേർന്നു. ആ വീടിന്റെ ആഡംബരം കണ്ടപ്പോൾ സൈനബ ഉമ്മ അമ്പരന്നുപോയി. തന്റെ മോൾ ഇത്ര വലിയ നിലയിലായല്ലോ എന്നോർത്ത് അവർ അള്ളാഹുവിന് ശുക്ർ ചെയ്തു. പക്ഷെ ആ വലിയ വീടിന്റെ കവാടത്തിൽ കാവൽക്കാരൻ അവരെ തടഞ്ഞു. എങ്ങോട്ടാണ് ഈ കിളവി കയറിപ്പോകുന്നത്? ഭിക്ഷ ചോദിക്കാനാണെങ്കിൽ പുറത്തു നിൽക്ക്. അവന്റെ ആക്രോശം കേട്ട് ഉമ്മ വിറച്ചുപോയി. മോനെ, ഞാൻ ഭിക്ഷക്കാരിയല്ല, ഈ വീട്ടിലെ ആമിനയുടെ ഉമ്മയാണ്. ഒന്ന് കാണാൻ വന്നതാണ്. കാവൽക്കാരൻ പരിഹാസത്തോടെ ചിരിച്ചു. ആമിനയുടെ ഉമ്മയോ? പോയി പണി നോക്ക് തള്ളേ. അപ്പോഴാണ് ആ വലിയ വീടിന്റെ വാതിൽ തുറന്നത്. വിലപിടിപ്പുള്ള പട്ടുവസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിച്ച് ആമിന പുറത്തേക്ക് വന്നു. സൈനബ ഉമ്മയുടെ കണ്ണുകൾ തിളങ്ങി. ആമിന, മോളെ, അവർ വിളിച്ചു. എന്നാൽ ആമിനയുടെ മുഖത്ത് കണ്ടത് സ്നേഹമായിരുന്നില്ല, മറിച്ച് വലിയൊരു വെറുപ്പും നാണക്കേടുമായിരുന്നു. തന്റെ പണക്കാരും അഹങ്കാരികളുമായ കൂട്ടുകാരുടെ മുന്നിൽ ഈ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച വൃദ്ധയെ ഉമ്മ എന്ന് വിളിക്കാൻ അവൾക്ക് തോന്നിയില്ല. അവൾ പതുക്കെ അടുത്തേക്ക് വന്നു. പക്ഷെ അവളുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്നത് തണുത്ത നോട്ടമായിരുന്നു. ആരാണ് നിങ്ങൾ? എന്തിനാണ് ഇവിടെ വന്ന് ബഹളമുണ്ടാക്കുന്നത്? ആ ചോദ്യം കേട്ടപ്പോൾ സൈനബ ഉമ്മയുടെ ലോകം നിശ്ചലമായി. തന്റെ ചങ്ക് പറിച്ചു നൽകിയ മകൾ തന്നെ തിരിച്ചറിയുന്നില്ലേ? അതോ തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്നില്ലേ? പഠിച്ചോനെ, ഇതൊരു സ്വപ്നമായിരുന്നെങ്കിൽ. ആമിനയുടെ ആ ചോദ്യം, ആരാണ് നിങ്ങൾ, ഒരു മൂർച്ചയുള്ള കത്തി പോലെ സൈനബ ഉമ്മയുടെ ഹൃദയത്തിൽ തറച്ചു. ചുറ്റും നിൽക്കുന്ന അയൽവാസികളും പണക്കാരായ കൂട്ടുകാരും തന്നെ പരിഹസിക്കുമോ എന്ന ഭയമായിരുന്നു ആമിനയുടെ ഉള്ളിൽ. തന്റെ ഭൂതകാലത്തെക്കുറിച്ചോ താൻ ഒരു അനാഥയായിരുന്നുവെന്നോ ഉള്ള സത്യം ഈ വലിയ വീട്ടിലെ ആരും അറിയരുതെന്ന് അവൾ ആഗ്രഹിച്ചു. മുഷിഞ്ഞ വസ്ത്രം ധരിച്ച, കയ്യിൽ വടിയും പിടിച്ചു നിൽക്കുന്ന ഈ വൃദ്ധ തന്റെ ഉമ്മയാണെന്ന് പറഞ്ഞാൽ തന്റെ അന്തസ്സ് പോകുമെന്ന് അവൾ ഭയപ്പെട്ടു. സൈനബ ഉമ്മ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് തന്റെ ഭാണ്ഡം തുറന്നു. മോളെ, ഞാൻ നിന്റെ സൈനബ ഉമ്മയാണ്. മഴയത്ത് നീ എനിക്ക് ചായ തന്നതും നമ്മൾ ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചതും നീ മറന്നോ? പഠിച്ചനെ ഓർത്ത് നീ ഇങ്ങനെയൊന്നും പറയരുത്. നിന്നെ ഒന്ന് കാണാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ദൂരം നടന്നു വന്നത്. ഉമ്മയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒലിച്ചിറങ്ങി ആ ചുളിവുകളുള്ള മുഖത്തെ നനച്ചു. പക്ഷെ ആമിനയുടെ മനസ്സലിഞ്ഞില്ല. പകരം അവൾ കൂടുതൽ ദേഷ്യപ്പെട്ടു. ഇവിടെ വന്ന് ഓരോ കഥകൾ ഉണ്ടാക്കി എന്നെ നാണം കെടുത്തരുത്. പിച്ച കിട്ടാനാണെങ്കിൽ അത് വാങ്ങി സ്ഥലം വിടണം. കാവൽക്കാരാ, ഈ തള്ളയെ ഇവിടുന്ന് പിടിച്ചു പുറത്താക്ക്. ആമിനയുടെ ആജ്ഞ കേട്ടതും സെക്യൂരിറ്റിക്കാരൻ ആ പാവം ഉമ്മയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. നിൽക്കും മോനെ, എനിക്ക് പണമൊന്നും വേണ്ട. ആമിന, നിനക്ക് വേണ്ടി ഞാൻ ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്.
വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് ഉമ്മ കരുതി വെച്ചിരുന്ന ആ പുതിയ തട്ടമെടുത്തു. നിന്റെ കല്യാണത്തിന് ശേഷം നിന്നെ കാണുമ്പോൾ തരാൻ വേണ്ടി ഞാൻ മാറ്റിവെച്ചതാണിത്. ഇത് നീ ഒന്ന് വാങ്ങണം. ആ തട്ടം കണ്ടതും ആമിന അത് തട്ടിത്തെറിപ്പിച്ചു. ഇങ്ങനെയുള്ള അഴുക്ക് തുണികളൊന്നും എനിക്ക് വേണ്ട. എന്റെ വീട്ടിൽ ഇതിനേക്കാൾ വിലയുള്ള പട്ടുതട്ടങ്ങൾ 100 എണ്ണമുണ്ട്. ഇത് കൊണ്ടുപോയി വല്ല പിച്ചക്കാർക്കും കൊടുക്ക്. നിലത്ത് വീണ ആ തട്ടം മണ്ണിൽ പുരണ്ടു. സൈനബ ഉമ്മയുടെ ആത്മാഭിമാനം ആ മണ്ണിൽ ചവിട്ടി മെതിക്കപ്പെട്ടു. അവർ പതുക്കെ കുനിഞ്ഞ് ആ തട്ടമെടുത്തു. അവരുടെ ഹൃദയം അപ്പോഴേക്കും തകർന്നു പോയിരുന്നു. മകൾ തന്നെ തിരിച്ചറിഞ്ഞില്ല എന്നതിനേക്കാൾ അവൾ ഇത്രയും വലിയ അഹങ്കാരിയായി മാറിയല്ലോ എന്നതായിരുന്നു ആ ഉമ്മയുടെ സങ്കടം. സെക്യൂരിറ്റിക്കാരൻ അവരെ പിടിച്ചു തള്ളിയപ്പോൾ ആ വൃദ്ധ മുറ്റത്തെ കല്ലിൽ തട്ടി വീണു. മുട്ടിൽ നിന്ന് രക്തം വന്നിട്ടും ആമിന തിരിഞ്ഞുപോലും നോക്കിയില്ല. അവൾ തൻ്റെ ആഡംബരക്കാറിൽ കയറി അഹങ്കാരത്തോടെ ദൂരേക്ക് പോയി. സൈനബ ഉമ്മ പതുക്കെ എഴുന്നേറ്റു. ആകാശത്തേക്ക് നോക്കി അവർ വിതുമ്പി, റബ്ബേ, അവൾക്ക് നീ നല്ല ബുദ്ധി നൽകണേ. ഞാൻ വളർത്തിയ മോൾ ഇങ്ങനെയാകാൻ പാടില്ലായിരുന്നു. തൻ്റെ പഴയ വടിയും കുത്തിപ്പിടിച്ച് അവർ ആ വലിയ വീടിൻ്റെ പടിയിറങ്ങി. വന്ന വഴി തിരിച്ചറിയാൻ പോലും അവർക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. കണ്ണുനീർ കാഴ്ചയെ മറച്ചു. ഓരോ ചുവട് വെക്കുമ്പോഴും ആമിനയുടെ പരുഷമായ വാക്കുകൾ അവരുടെ കാതിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. സമ്പത്ത് വരുമ്പോൾ മനുഷ്യൻ ഇത്രയും മാറുമോ? അവർ സ്വയം ചോദിച്ചു. വഴിയിൽ കണ്ട ഒരു മരച്ചുവട്ടിൽ അവർ തളർന്നിരുന്നു. കയ്യിലുണ്ടായിരുന്ന ഉണക്കപ്പത്തിരി എടുത്തെങ്കിലും അത് തൊണ്ടയിലൂടെ ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. സ്നേഹം മരിക്കുമ്പോൾ വിശപ്പും മരിക്കുമെന്ന് അവർ അന്ന് തിരിച്ചറിഞ്ഞു. ആ രാത്രി അവർ വഴിവക്കിലെ ഒരു പള്ളിയുടെ തിണ്ണയിൽ അന്തിയുറങ്ങി. പള്ളിയിലെ ഖത്തീബ് വന്ന് ചോദിച്ചപ്പോൾ ആരുമില്ലാത്തവളാണ് മോനെ എന്ന് മാത്രം അവർ മറുപടി നൽകി. പിറ്റേന്ന് രാവിലെ അവർ വീണ്ടും തൻ്റെ ഗ്രാമത്തിലേക്ക് യാത്ര തിരിച്ചു. പക്ഷേ പഴയ ആവേശം ആ പാദങ്ങളിൽ ഉണ്ടായിരുന്നില്ല. വീട്ടിലെത്തിയാലും തന്നെ കാത്തിരിക്കാൻ ആരുമില്ലെന്ന സത്യം അവരെ വല്ലാതെ വേട്ടയാടി. പണ്ട് ആമിനയുമായി പങ്കിട്ട ആ ചെറിയ കൂര ഇപ്പോൾ അവർക്കൊരു ശവപ്പറമ്പ് പോലെ തോന്നി. എങ്കിലും അള്ളാഹുവിൽ ഭാരമേൽപ്പിച്ച് അവർ ആ പഴയ ജീവിതത്തിലേക്ക് മടങ്ങി. പക്ഷെ ആമിന ചെയ്ത ക്രൂരത അവരുടെ മനസ്സിനെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. അധികം വൈകാതെ ആ പാവം ഉമ്മ രോഗബാധിതയായി. പനിയും ശ്വാസമുട്ടലും കൊണ്ട് അവർ ആ ചെറിയ പായയിൽ കിടന്ന് പിടഞ്ഞു. അയൽവാസികൾ നൽകുന്ന കഞ്ഞിവെള്ളം കുടിച്ച് അവർ തൻ്റെ അവസാന നാളുകൾ എണ്ണിക്കഴിച്ചു. അതേസമയം ആമിന തൻ്റെ ആഡംബര ജീവിതത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ഉമ്മയെ ഓർത്തപ്പോൾ ഒരു നിമിഷം മനസ്സ് വിങ്ങിയെങ്കിലും അതൊക്കെ പണ്ടത്തെ കാര്യം എന്ന് പറഞ്ഞ് അവൾ ആ ചിന്തയെ തള്ളിക്കളഞ്ഞു. പക്ഷെ വിധി അവൾക്കായി മറ്റൊന്ന് കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. അഹങ്കാരത്തിന് വലിയ വില നൽകേണ്ടി വരുമെന്ന് അവൾ അറിഞ്ഞില്ല. ഒരു മാസത്തിനുള്ളിൽ അവളുടെ ജീവിതത്തിൽ കറുത്ത നിഴലുകൾ പടരാൻ തുടങ്ങി. അള്ളാഹുവിൻ്റെ നീതി നടപ്പിലാക്കാൻ അധികം സമയം വേണ്ടി വന്നില്ല. ആ പാവം ഉമ്മയെ കണ്ണീര് കുടിപ്പിച്ചതിൻ്റെ ശിക്ഷ ആമിനയുടെ ജീവിതത്തിൽ പെയ്തിറങ്ങാൻ തുടങ്ങി. ആഡംബരത്തിൻ്റെ കൊടുമുടിയിൽ ഇരിക്കുമ്പോഴാണ് ആദ്യത്തെ പ്രഹരമേറ്റത്. ഹംസയുടെ കച്ചവടത്തിൽ വലിയൊരു നഷ്ടം സംഭവിച്ചു. വിശ്വസിച്ച് കൂടെ നിർത്തിയ പങ്കാളികൾ അവനെ ചതിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ കടബാധ്യത ഹംസയുടെ തലയിലായി. കടം വീട്ടാൻ വേണ്ടി ആദ്യം കയ്യിലുണ്ടായിരുന്ന വണ്ടികൾ വിറ്റു. എന്നിട്ടും മതിയായില്ല. പണമിടപാടുകാർ വീടിനു മുന്നിൽ വന്ന് ബഹളം വെക്കാൻ തുടങ്ങി. ഒരിക്കൽ ആർക്കും പ്രവേശനമില്ലാതിരുന്ന ആ വലിയ വീടിന്റെ ഉമ്മറത്ത് ഇന്ന് അപരിചിതർ വന്ന് ആക്രോശിക്കുകയാണ്. ആമിന അന്ന് തന്റെ ഉമ്മയെ ഇറക്കിവിട്ട അതേ മുറ്റത്ത് ഇന്ന് അവൾ അപമാനം കൊണ്ട് തലതാഴ്ത്തി നിന്നു. പണക്കാരും അഹങ്കാരികളുമായ അവളുടെ കൂട്ടുകാരികൾ ആരും സഹായത്തിനെത്തിയില്ല. കഷ്ടകാലം വരുമ്പോൾ കൂടെയുള്ളവർ നിഴൽ പോലെ മാഞ്ഞു പോകും എന്ന സത്യം അവൾ തിരിച്ചറിഞ്ഞു തുടങ്ങി. ഒടുവിൽ കടം തീർക്കാൻ വേണ്ടി ആ വലിയ വീട് ലേലത്തിൽ വെക്കേണ്ടി വന്നു. തൻ്റെ അന്തസ്സിൻ്റെ അടയാളമായി ആമിന കരുതിയിരുന്ന ആ കൊട്ടാരം വിട്ട് അവർക്ക് ഇറങ്ങേണ്ടി വന്നു. ആഭരണങ്ങളും പട്ടുവസ്ത്രങ്ങളും ഓരോന്നായി വിറ്റുതീർത്തു. ഹംസ മാനസികമായി തകർന്നുപോയി. അവൻ രോഗബാധിതനായി കിടപ്പിലായി. മരുന്നിനും ഭക്ഷണത്തിനു പോലും വകയില്ലാത്ത അവസ്ഥയിലേക്ക് ആ കുടുംബം കൂപ്പുകുത്തി. ഒരു വൈകുന്നേരം വാടക നൽകാൻ കഴിയാത്തതുകൊണ്ട് താമസിച്ചിരുന്ന ചെറിയ വീടിന്റെ ഉടമസ്ഥൻ അവരെ ഇറക്കിവിട്ടു. കയ്യിലൊരു ചെറിയ ഭാണ്ഡവും രോഗിയായ ഭർത്താവുമായി ആമിന തെരുവിലേക്കിറങ്ങി. നനഞ്ഞു വിറച്ച് ഒരു കടത്തിണ്ണയിൽ ഇരിക്കുമ്പോൾ ആമിനയുടെ ഉള്ളിലേക്ക് സൈനബ ഉമ്മയുടെ മുഖം ഓടിയെത്തി. ഞാൻ അന്ന് ആ പാവം ഉമ്മയെ ഈ മഴയത്തല്ലേ ആട്ടി ഓടിച്ചത്. പഠിച്ചവൻ എനിക്ക് അർഹിച്ച ശിക്ഷ തന്നെയാണല്ലോ നൽകുന്നത്, അവൾ വിതുമ്പി. വിശപ്പും ദാഹവും സഹിക്കവയ്യാതെ അവൾ ആദ്യമായി കൈനീട്ടി. പണ്ട് ആ ഉമ്മ സഹായം ചോദിക്കുന്നത് കണ്ട് പുച്ഛിച്ചവളാണ് ഇന്നൊരു നേരത്തെ ഭക്ഷണത്തിനായി മറ്റുള്ളവരുടെ മുന്നിൽ നിൽക്കുന്നത്. പക്ഷെ അവൾക്ക് ലഭിച്ചത് പരിഹാസവും അവഗണനയുമായിരുന്നു. ഇവളല്ലേ ആ പണക്കാരി ആമിന, ഇവൾക്ക് ഇത് തന്നെ വരണം എന്ന് നാട്ടുകാർ പറഞ്ഞു കേട്ടപ്പോൾ അവളുടെ ഹൃദയം തകർന്നു. ദിവസങ്ങളോളം പട്ടിണി കിടന്നപ്പോൾ ആമിനയ്ക്ക് പണ്ട് സൈനബ ഉമ്മ കരുതി വെച്ചിരുന്ന ആ ഉണക്കപ്പത്തിരിയുടെ രുചി ഓർമ്മ വന്നു. ആ കയ്പുള്ള ഉള്ളിക്കറിക്ക് ഇന്ന് ഞാൻ കഴിക്കുന്ന ഈ കൈപ്പേറിയ ജീവിതത്തേക്കാൾ എത്രയോ മധുരമുണ്ടായിരുന്നു, അവൾ സ്വയം പറഞ്ഞു. ഓരോ നിമിഷവും അവൾ തൻ്റെ തെറ്റുകൾ ഓർത്തു നീറി. പശ്ചാത്താപത്തിൻ്റെ തീയിൽ അവൾ വെന്തുരുകി. ഒടുവിൽ അവൾ ഒരു തീരുമാനമെടുത്തു. എങ്ങനെയെങ്കിലും ആ ഉമ്മയുടെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കണം. ആ സ്നേഹത്തിന്റെ തണലിലല്ലാതെ തനിക്കിനി സമാധാനം കിട്ടില്ലെന്ന് അവൾ ഉറപ്പിച്ചു. രോഗിയായ ഹംസയെ ഒരു പള്ളിയിൽ ഏൽപ്പിച്ചിട്ട് ആമിന തൻ്റെ പഴയ ഗ്രാമത്തിലേക്ക് യാത്ര തിരിച്ചു.
പണ്ട് ഉമ്മ വന്ന അതേ ദൂരം അത്രയും അവൾ നടന്നു. കാലുകൾ തളർന്നു, വസ്ത്രങ്ങൾ മുഷിഞ്ഞു, വഴി ചോദിക്കാൻ പോലും അവൾക്ക് മടിയായിരുന്നു. ഒടുവിൽ ആ ഗ്രാമത്തിന്റെ അതിർത്തിയിലെത്തിയപ്പോൾ അവളുടെ ഹൃദയം വേഗത്തിലിടിച്ചു. ഉമ്മ എന്നെ സ്വീകരിക്കുമോ, അതോ ഞാൻ ചെയ്തതുപോലെ എന്നെയും പുറത്താക്കുമോ? ആ പേടി അവളെ വല്ലാതെ അലട്ടി. ഗ്രാമത്തിലെ പള്ളിക്ക് മുന്നിലെത്തിയപ്പോൾ അവൾക്ക് പരിചിതമായ മുഖങ്ങൾ കണ്ടു. പക്ഷെ ആരും അവളെ തിരിച്ചറിഞ്ഞില്ല. അവൾ പതുക്കെ ചോദിച്ചു, ഇവിടെ സൈനബ ഉമ്മ എന്നൊരു ഉമ്മ താമസിച്ചിരുന്നില്ലേ? ആ ചെറിയ ഓലപ്പുരയിൽ? അവിടെ ഉണ്ടായിരുന്ന ഒരു വയസ്സായ ആൾ അവളെ ദയനീയമായി നോക്കി. സൈനബയോ? ആ പാവം ഉമ്മ കുറച്ചു കാലമായി കിടപ്പിലായിരുന്നു. കഴിഞ്ഞ ആഴ്ച അവരെ ആശുപത്രിയിൽ കൊണ്ടുപോയി എന്നാണ് കേട്ടത്. ആ വാർത്ത കേട്ടതും ആമിനയുടെ ഉള്ളിൽ മിന്നലേറ്റു. ആശുപത്രിയിലോ? ഏത് ആശുപത്രിയിൽ? അവൾ പരിഭ്രമത്തോടെ ചോദിച്ചു. ആമിനയുടെ കണ്ണുകളിൽ കണ്ട ആദി കണ്ടപ്പോൾ അയാൾക്ക് അത്ഭുതം തോന്നി. നീ ആരാണ് മോളെ എന്ന ചോദ്യത്തിന് മറുപടി പറയാതെ അവൾ അടുത്തുള്ള സർക്കാർ ആശുപത്രി ലക്ഷ്യമാക്കി ഓടി. അവളുടെ പാദങ്ങളിൽ നിന്ന് രക്തം വരുന്നുണ്ടായിരുന്നു. പക്ഷെ മനസ്സിന്റെ വേദനയേക്കാൾ വലുതായിരുന്നില്ല അത്. ആശുപത്രിയുടെ വരാന്തയിൽ ആമിന കിതച്ചുകൊണ്ട് ഓടി നടന്നു. ഓരോ ബെഡിലും കിടക്കുന്നവരുടെ മുഖത്തേക്ക് അവൾ ഭയത്തോടെ നോക്കി. ഒടുവിൽ വാർഡിന്റെ ഒരു മൂലയിൽ വെളുത്ത വിരിയിട്ട ഒരു കട്ടിലിൽ അവൾ ആ മുഖം കണ്ടു. തന്റെ സൈനബ ഉമ്മ. പക്ഷെ അന്ന് താൻ കണ്ട ആ കരുത്തുള്ള ഉമ്മയായിരുന്നില്ല അത്. വെറും എല്ലും തോലുമായി മാറിയ, കണ്ണ് കുഴിഞ്ഞുപോയ ഒരു രൂപം. ഓക്സിജൻ മാസ്കിനുള്ളിലൂടെ അവർ കഷ്ടപ്പെട്ട് ശ്വാസം എടുക്കുന്നു. ആമിനയുടെ കാലുകൾ തളർന്നു പോയി. അവൾ ആ കട്ടിലിനരികിൽ മുട്ടുകുത്തിയിരുന്നു. ഉമ്മ, എന്റെ ഉമ്മ, അവൾ വിതുമ്പിക്കൊണ്ട് വിളിച്ചു. പക്ഷെ സൈനബ ഉമ്മ കണ്ണു തുറന്നില്ല. ബോധരഹിതയായി അവർ മരണത്തോട് മല്ലിടുകയായിരുന്നു. ആമിന ആ ഉമ്മയുടെ ചുളിവ് വീണ കൈകൾ എടുത്ത് തന്റെ മുഖത്ത് വെച്ചു. പണ്ട് താൻ വെറുപ്പോടെ തട്ടിമാറ്റിയ അതേ കൈകൾ. ഇന്ന് ആ കൈകളിൽ നിന്ന് ഒരു സ്പർശനം കിട്ടാൻ അവൾ കൊതിച്ചു. ഉമ്മ, ഞാനിതാ വന്നു. നിങ്ങളുടെ കയ്യിലിരുന്ന് വളർന്ന ആമിന. പഠിച്ചവനെ ഓർത്ത് ഒന്ന് കണ്ണു തുറക്കൂ. എനിക്ക് നിങ്ങളോട് മാപ്പ് ചോദിക്കണം. ഞാൻ ചെയ്തത് വലിയ പാപമാണുമ്മ. ആമിനയുടെ കരച്ചിൽ ആ വാർഡിലാകെ മുഴങ്ങി. അടുത്ത് കിടന്നിരുന്ന രോഗികളും നഴ്സുമാരും സങ്കടത്തോടെ ആ കാഴ്ച നോക്കി നിന്നു. ഒരു നഴ്സ് അടുത്തു വന്ന് അവളുടെ തോളിൽ കൈവച്ചു. കരഞ്ഞിട്ട് കാര്യമില്ല മോളെ, അവർക്ക് ബോധം വരാൻ സാധ്യത കുറവാണ്. അവസാനമായി ആരോടോ എന്തോ പറയാൻ അവർ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ വിധി അനുവദിച്ചില്ല. ആ വാക്കുകൾ കേട്ടപ്പോൾ ആമിനയുടെ നെഞ്ചു പൊട്ടി. പണ്ട് താൻ അഹങ്കാരത്തോടെ വലിച്ചെറിഞ്ഞ ആ പുതിയ തട്ടത്തെക്കുറിച്ച് അവൾ ഓർത്തു. ഉമ്മ അന്ന് എനിക്ക് തരാൻ കൊണ്ടുവന്നത് വെറുമൊരു തുണിയായിരുന്നില്ല, അവരുടെ ആയുസ്സിലെ സമ്പാദ്യമായിരുന്നു. അത് സ്വീകരിക്കാൻ എനിക്ക് കഴിയാതെ പോയല്ലോ. പശ്ചാത്താപം കൊണ്ട് അവൾ ഉമ്മയുടെ കാൽപാദങ്ങളിൽ ചുംബിച്ചു. താൻ കാറിൽ കയറിപ്പോയപ്പോൾ ആ ഉമ്മ അനുഭവിച്ച അതേ ഏകാന്തത ഇന്ന് താൻ അനുഭവിക്കുന്നു എന്ന് അവൾ തിരിച്ചറിഞ്ഞു. അന്ന് രാത്രി ആമിന ആ കട്ടിലിനരികിൽ ഇരുന്നു. സൈനബ ഉമ്മയുടെ ജീവിതം അവൾ ഓരോന്നായി ഓർത്തെടുത്തു. തന്നെ വഴിയിൽ നിന്ന് കിട്ടിയപ്പോൾ ആ ഉമ്മ കാണിച്ച സ്നേഹം, അവർ കഴിച്ച കയ്പുള്ള ഉള്ളിക്കറി, താൻ വിവാഹം കഴിഞ്ഞു പോയപ്പോൾ അവർ കാട്ടിയ മനോധൈര്യം, എല്ലാം ഓരോ മിന്നലാട്ടം പോലെ അവളുടെ മുന്നിലൂടെ കടന്നുപോയി. മറ്റുള്ളവരുടെ മുന്നിൽ അന്തസ്സ് കാണിക്കാൻ നോക്കിയപ്പോൾ ഞാൻ എൻ്റെ സ്വർഗത്തെയാണ് നഷ്ടപ്പെടുത്തിയത് എന്നവൾ ഉറക്കെ പറഞ്ഞു. അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ സൈനബ ഉമ്മ പതുക്കെ ഒന്ന് അനങ്ങി. ആമിന ചാടി എഴുന്നേറ്റു. ഉമ്മ പതുക്കെ കണ്ണു തുറന്നു. മങ്ങിയ കാഴ്ചയിൽ മുന്നിൽ നിൽക്കുന്നത് ആരാണെന്ന് അവർക്ക് ആദ്യം മനസ്സിലായില്ല. ആമിന മാസ്ക് മാറ്റി ഉമ്മയുടെ ചെവിയിൽ വിളിച്ചു. ഉമ്മ, ഇത് ഞാനാണ് ആമിന. എന്നോട് ക്ഷമിക്കൂ ഉമ്മ. സൈനബ ഉമ്മയുടെ കണ്ണുകളിൽ ഒരു തിളക്കം കണ്ടു. അവരുടെ വിറയ്ക്കുന്ന കൈ പതുക്കെ ഉയർന്നു. ആമിന വിചാരിച്ചു ഉമ്മ തന്നെ തല്ലുമെന്ന്. പക്ഷേ ആ കൈ പതുക്കെ അവളുടെ തലയിൽ വന്നു തങ്ങി. ആ സ്പർശനത്തിൽ വെറുപ്പില്ലായിരുന്നു. പകരം വർഷങ്ങളായി കരുതി വെച്ച അതേ മാതൃസ്നേഹം മാത്രമായിരുന്നു. ആ ഉമ്മയുടെ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ താഴേക്ക് വീണു. അവർ പതുക്കെ എന്തോ പറയാൻ ശ്രമിച്ചു. ആമിന എന്ന ആ വിളിയിൽ എല്ലാം ഉണ്ടായിരുന്നു. ക്ഷമയും സ്നേഹവും ആശീർവാദവും. ആമിന പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമ്മയെ കെട്ടിപ്പിടിച്ചു. ഇനി ഞാൻ എങ്ങും പോകില്ലുമ്മ. നമുക്ക് പഴയ കൂരയിലേക്ക് തിരിച്ചു പോകാം. ഞാൻ നിങ്ങളെ നോക്കിക്കൊള്ളാം. പക്ഷേ സൈനബ ഉമ്മയുടെ മുഖത്ത് ഒരു ശാന്തത പടർന്നു. അവരുടെ കൈകൾ പതുക്കെ താഴേക്ക് വീണു. യന്ത്രങ്ങളിൽ നിന്നുള്ള ശബ്ദം നിലച്ചു. സൈനബ ഉമ്മ ഈ ദുനിയാവിൽ നിന്ന് യാത്രയായി. ആമിനയുടെ വിളി കേൾക്കാത്ത ദൂരേക്ക് അവർ പോയി കഴിഞ്ഞു. ആശുപത്രി മുറിയിൽ ആമിന തനിച്ചായി. മൃതദേഹത്തിനരികിലിരുന്ന് അവൾ വിലപിച്ചു. പക്ഷെ വിധിക്ക് മാറ്റമുണ്ടായിരുന്നില്ല. നൽകാനുള്ള സ്നേഹം നൽകാതെയും ചോദിക്കാനുള്ള മാപ്പ് ചോദിക്കാതെയും സമയം കളയുന്നവർക്ക് ലഭിക്കുന്ന ശിക്ഷയായിരുന്നു ആ നിശബ്ദത. സൈനബ ഉമ്മയുടെ കഫം പുടവ വാങ്ങാൻ പോലും ആമിനയുടെ കയ്യിൽ പണമില്ലായിരുന്നു. പണ്ട് താൻ അഹങ്കാരത്തോടെ തള്ളിക്കളഞ്ഞ അതേ ഭിക്ഷാടനം ഇന്ന് അവൾക്ക് ഉമ്മയുടെ അവസാന കർമ്മങ്ങൾക്കായി ചെയ്യേണ്ടി വന്നു. സൈനബ ഉമ്മയുടെ മയ്യത്ത് ആ ചെറിയ ഓലപ്പുരയുടെ ഉമ്മറത്ത് കിടത്തിയപ്പോൾ ഗ്രാമം മുഴുവൻ അവിടെ ഒഴുകിയെത്തി. എല്ലാവരുടെയും കണ്ണുകൾ നനഞ്ഞിരുന്നു. പണ്ട് ആ ഉമ്മ വളർത്തിയ ആമിന തിരിച്ചു വന്ന വാർത്ത നാടാകെ പടർന്നു. പക്ഷെ ആ പഴയ ആഡംബരക്കാരി ആമിനയെയല്ല അവർ കണ്ടത്. മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് മുടി പിന്നിയിടാതെ തകർന്ന മനസ്സുമായി മയ്യത്തിനരികിലിരിക്കുന്ന ഒരു പാവം സ്ത്രീയെയായിരുന്നു. ആളുകളുടെ കുത്തുവാക്കുകളേക്കാൾ വലിയൊരു വേദന അവളുടെ ഉള്ളിൽ നീറിക്കൊണ്ടിരുന്നു.
ഖബറടക്കത്തിനു ശേഷം എല്ലാവരും പിരിഞ്ഞുപോയി. ആമിന ആ ചെറിയ വീട്ടിൽ തനിച്ചായി. പണ്ട് താൻ വെളിച്ചം കണ്ട അതേ മൺവീട്. പക്ഷെ ഇന്ന് അവിടെ സൈനബ ഉമ്മയുടെ ചിരിയില്ല. അടുപ്പിൽ പുകയുന്ന മണമില്ല. ആ ഇരുട്ടിൽ ഇരിക്കുമ്പോൾ അവൾ വീടിന്റെ മൂലയിൽ കണ്ട ഒരു പഴയ തുണിസഞ്ചി എടുത്തു. അതിനുള്ളിൽ മണ്ണു പുരണ്ട ആ പഴയ തട്ടം ഉണ്ടായിരുന്നു. പണ്ട് താൻ അഹങ്കാരത്തോടെ വലിച്ചെറിഞ്ഞ അതേ തട്ടം. സൈനബ ഉമ്മ അത് കഴുകി വൃത്തിയാക്കി മടക്കി വെച്ചിരുന്നു. തന്റെ മോൾ എന്നെങ്കിലും വരുമെന്ന പ്രതീക്ഷയിൽ ആ ഉമ്മ അത് കാത്തുവെച്ചു. ആ തട്ടം നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആമിന ഒരുപാട് കരഞ്ഞു. ഈ തട്ടം പുതയ്ക്കാൻ എനിക്ക് യോഗ്യതയില്ല ഉമ്മ, അവൾ വിതുമ്പി. ഹംസയെ പള്ളിയിൽ നിന്ന് തിരികെ കൂട്ടി അവൾ ആ പഴയ വീട്ടിൽ താമസം തുടങ്ങി. വീണ്ടും പഴയതുപോലെ അയൽവീടുകളിൽ ജോലിക്ക് പോയി അവൾ ഹംസയെ ശുശ്രൂഷിച്ചു. വലിയ ബംഗ്ലാവിൽ കിട്ടാത്ത ഒരു സമാധാനം ആ ചെറിയ കൂരയിൽ അവൾ കണ്ടെത്തി. സൈനബ ഉമ്മയുടെ മണം ആ വീടിന്റെ ഓരോ കോണിലും ഉണ്ടായിരുന്നു. ഓരോ ദിവസവും ഉമ്മയുടെ കബറിനരികിൽ പോയി അവൾ പ്രാർത്ഥിച്ചു, പഠിച്ചവനെ എന്നോട് ക്ഷമിക്കണേ, എൻ്റെ ഉമ്മയ്ക്ക് സ്വർഗത്തിൽ ഉന്നതമായ പദവി നൽകണേ. വർഷങ്ങൾ കടന്നുപോയി. ആമിനയുടെ അഹങ്കാരമെല്ലാം സ്നേഹമായി മാറി. ഗ്രാമത്തിലെ ആരെങ്കിലും രോഗികളായാൽ അവർക്ക് കൂട്ടിരിക്കാനും അനാഥരായ കുട്ടികളെ സഹായിക്കാനും ആമിന മുൻപന്തിയിൽ നിന്നു. പണ്ട് താൻ ചെയ്ത തെറ്റ് മറ്റാരും ചെയ്യരുത് എന്ന് അവൾ എല്ലാവരോടും പറയുമായിരുന്നു. മക്കളെ, മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് വേണ്ട പരിഗണന നൽകുക. അവർ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എത്ര കരഞ്ഞാലും തിരിച്ചു കിട്ടില്ല. ദുനിയാവിലെ സമ്പത്ത് ഇന്ന് വരും നാളെ പോകും. പക്ഷെ സ്നേഹം ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ അത് എന്നേക്കുമായി തീർന്നു. ഈ കഥ നമുക്ക് നൽകുന്ന പാഠം വളരെ വലുതാണ്. വിശക്കുമ്പോൾ അന്നം തന്ന കൈകളെ കടിക്കരുത്. നമ്മളെ ഒന്നുമില്ലാതിരുന്ന കാലത്ത് ചേർത്ത് പിടിച്ചവരെ നമ്മൾ വലിയ നിലയിലെത്തുമ്പോൾ തള്ളിപ്പറയരുത്. സമ്പത്തും പദവിയും പടച്ചവൻ നൽകുന്ന പരീക്ഷണങ്ങളാണ്. അതിൽ തോറ്റുപോകാതിരിക്കാൻ എളിമയും സ്നേഹവും കാത്തു സൂക്ഷിക്കുക. ആമിനയ്ക്ക് പശ്ചാത്താപം ലഭിച്ചെങ്കിലും നഷ്ടപ്പെട്ട സ്വർഗത്തെ തിരികെ കിട്ടിയില്ല.